കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് സിയും തമ്മിലുള്ള ഈ സീസണിലെ ആദ്യ മത്സരം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും പഞ്ചാബ് എഫ്സിയുടെയും രണ്ട് താരങ്ങൾ തമ്മിലുള്ള കൂട്ടിടിയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പിയും പഞ്ചാബ് എഫ്സിയുടെ സൂപ്പർ താരവും പണ്ട് ഗോകുലം കേരളയിലൊക്കെ കളിച്ചതുകൊണ്ട് തന്നെ ഐ ലീഗ് പ്രേമികൾക്കും മലയാളി ഫുട്ബോൾ പ്രേമികൾക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള ലൂക്ക മജിസനും തമ്മിലുള്ള ഒരു കൂട്ടിയിടിക്ക് ഇടയിൽപ്പെട്ട് ആ ഒരു കൊളീഷനിൽപ്പെട്ട് ലൂക്ക മജിസന്റെ താടിയില തകർക്കുകയും അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ഇപ്പം ആൾ മുഖംമൂടിയൊക്കെ ഇട്ട് കളിക്കാൻ തയ്യാറായി തിരികെ വരികയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ രാഹുൽ കെ പിയുടെ മേലെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ കെ പി ലൂക്ക മജിസിനെ വിളിച്ച് ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. രാഹുൽ കെ പി ഒരിക്കലും പർപ്പസ്ഫുള്ളി ലൂക്ക മജിസിന് നേരെ ഇടിച്ചതല്ല. അപ്പം പഞ്ചാബ് എഫ്സിയുടെ അധികൃതർ ഔദ്യോഗികമായിട്ട് തന്നെ രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലീഗ് വീഡിയോ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം അതൊരു പർപ്പസ്ഫുൾ കൊളീഷൻ അല്ല എന്ന് മനസ്സിലാക്കി. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം, കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മനഃപൂർവ്വം ചെയ്തതല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള രാഹുൽ കെ പി ഒരിക്കലും പർപ്പസ്ഫുള്ളി ലൂക്ക മജിസിന് പരിക്ക് വരുത്തിയതല്ല. മത്സരത്തിന് ശേഷമാണ് ലൂക്കയ്ക്ക് ഇഞ്ചുറി ആയതെന്ന് രാഹുൽ അറിഞ്ഞത്. രാഹുൽ പിന്നീട് അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഇഷ്യൂ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാം.